വെൽക്കം ടു മൈ ചാനൽ സേഫ് ഓഫ് സിവിൽ. സിവിൽ എഞ്ചിനീയേഴ്സിന് മാത്രമല്ല, സിവിലിനെക്കുറിച്ച് അറിയാവുന്നവർക്കും സിവിലിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും സ്റ്റുഡൻസ് ആയിട്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയാണ് ഈ ചാനൽ. നമുക്കറിയാവുന്ന പല ടോപ്പിക്സിനെ കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ചിലപ്പോൾ പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല. നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പല കൺഫ്യൂഷൻസ് വരുന്നത്. അങ്ങനത്തുള്ള പല കാര്യങ്ങളെ നമ്മൾ ആ ടോപ്പിക്സിനെ തിരഞ്ഞെടുത്തിട്ട് അതിനെ ഡീറ്റെയിൽഡായിട്ട് പറയുകയാണ് ഈ ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചാനലിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോകുന്നൊരു ടോപ്പിക്കാണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. അത് എന്താണ്, അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അത് എന്തിനൊക്കെയാണ് അതിൻ്റെ പ്രയോജനങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കറിയണം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്താണെന്ന്. ഓക്കെ, നമ്മൾ എല്ലാവരും തന്നെ ഒരു സ്ട്രക്ചർ കാണാത്തതായിട്ടുണ്ടായില്ല. നമ്മളൊന്ന് വീട്ടിലിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റിനും നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള ഫെയിലേഴ്സിനെ കുറിച്ച്. ചിലപ്പോൾ ക്രാക്സ് കാണാം, വാട്ടർ പോളിൻ്റെ നനവുള്ള ഭിത്തി ഉണ്ടാവും. അതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് വൺ ഓഫ് ദ റീസൺസ് ആണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് പ്രോപ്പർ അല്ലാത്തത്. എന്താണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്? ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് ഡിഫൈൻ ആസ് ദ മിനിമം സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആഫ്റ്റർ 28 days ഓഫ് കൺസ്ട്രക്ഷൻ വിത്ത് പ്രോപ്പർ ക്വാളിറ്റി കൺട്രോൾ. ഒരു ക്യൂബ് എടുക്കുക, ഇല്ലെങ്കിൽ ഒരു ഒരു സ്ട്രക്ചർ എടുക്കുക, അതിൻ്റെ 28 ദിവസം കഴിയുമ്പോൾ അതിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്ട്രെങ്ത്തിനെയാണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ആ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ അതിനെന്താണ്, അതൊരു ഫെയിലിയറാണ്. അതായത് ഒരു സ്പോഞ്ചിൽ ഒരു തടി കഷ്ണം ഇടുകയാണെങ്കിൽ അതെന്താണ്, ഡിഗ്ഗാവുന്നു. അത് എന്തുകൊണ്ടാണ്? ആ തടി കഷ്ണത്തിന് അതിന് താങ്ങാനുള്ള, അതിന് റെസിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രെങ്ത് അതിന് ഇല്ല. അതുകൊണ്ടാണ് അത് ഡിഗ്ഗായി പോകുന്നത്. അതുപോലെ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ലോഡ്സ് ആണ്. ആ ലോഡ്സിനെ അത് റെസിസ്റ്റ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് നിർത്താനുള്ള ഒരു പവർ, ഒരു സ്ട്രെങ്ത് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അതല്ലേ എങ്കിൽ അതെന്താണ്, ഫെയിലറാണ്. ആ ഫെയിലറെ മറികടക്കാൻ വേണ്ടിയാണ് പ്രോപ്പറായിട്ടുള്ള ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഉപയോഗിക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള പ്രൊപ്പോർഷനിലുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത്, അതായത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്. അവ പ്രോപ്പറായിട്ട് ഇന്ന റേഷ്യോയിൽ ചേർക്കുമ്പോൾ മാത്രമേ അതൊരു ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, അതൊരു പ്രോപ്പർ സ്ട്രക്ചറായിട്ട് വരികയുള്ളൂ, ഫെയിലറായിട്ട് മാറാതിരിക്കുകയുള്ളൂ. എന്താണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം M5 തൊട്ട് M500 വരെയുള്ള ഗ്രേഡ്സ് നമുക്കറിയാം. അത് എല്ലാ സ്ട്രക്ചേഴ്സിനും എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കാവോ എന്ന് ചോദിച്ചാൽ അല്ല. ഓരോന്നിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസ് ഉണ്ട്. ഇന്ന വലിയ ഹെവി സ്ട്രക്ചർ ആണെങ്കിൽ ഇന്ന ഗ്രേഡ്സ് ഉപയോഗിക്കണം, ലോ ആണെങ്കിൽ അതിനനുസരിച്ച്. അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് മെയിനായിട്ട്. എത്രത്തോളം ലോഡ്സ് അതിൽ ക്യാരി ചെയ്യപ്പെടുന്നു, ഇല്ലെങ്കിൽ എത്രത്തോളം അതിൻ്റെ ലൈഫ് അതിന് വേണം, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ഓരോ ഗ്രേഡ്സ് എടുക്കുന്നത്. അപ്പോൾ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ആ സ്ട്രക്ചറിനുണ്ടാവുന്ന മിനിമം സ്ട്രെങ്ത്തിനെയാണ് ആഫ്റ്റർ ദ 28 days, 28 ദിവസം കഴിയുമ്പോൾ ഒരു സ്ട്രക്ചറിനുണ്ടാവുന്ന അതിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അത് പ്രോപ്പർ അല്ലെങ്കിൽ ഒന്നും തന്നെ പ്രോപ്പറല്ല. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ച് പറയാം. ഈ നമ്മൾ M15, M10, M25, 20 എന്നൊക്കെ പറയും. ഇതിൽ എന്താണ് എന്താണ് 15 എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ M ആണ്. സ്മോൾ ലെറ്റർ M ഇട്ടാലും പറ്റില്ല, അത് ക്യാപിറ്റൽ ലെറ്റർ തന്നെ ഇടണം. ക്യാപിറ്റൽ ലെറ്റർ M എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതൊരു മിക്സ് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിൻ്റെ മിക്സ് ഡിസൈനെയാണ് പറയാൻ പോകുന്നത്, അതിൻ്റെ ഗ്രേഡിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് അർത്ഥം വെക്കുന്നതാണ് ഈ M എന്ന് പറയുന്നത്. ഓക്കെ, മിക്സ് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ്. ദെൻ അടുത്തത് എന്താണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നമ്പേഴ്സ്. ഇപ്പോൾ 5, 7.5, 10, 15, 20, 25 എന്ന് പറയുന്ന M-ന് ശേഷം വരുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, N എന്ന് പറയുന്നത്. അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. ഒരു 150/150/150 ഉള്ളൊരു കോൺക്രീറ്റ് ക്യൂബ് എടുക്കുക, അത് 1/8 അത്
നമ്മളെന്ത് ചെയ്യണം, 28 ഡേയ്സ് കഴിഞ്ഞ് പ്രോപ്പർ ക്വാളിറ്റി, അതായത് പ്രോപ്പർ കെയറിങ്ങും ക്യൂറിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സ്ട്രെങ്ത്ത് നോക്കുകയാണെങ്കിൽ ആ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മിനിമം സ്ട്രെങ്ത് ആയിരിക്കും. ആ സ്ട്രെങ്ത്തിനെയാണ് എന്ത് പറയുന്നത്, ആ എൻ എന്ന് പറയുന്നത്, ആ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് Nm/mm² ആണ്. ഇനി എന്താണ് ഈ ഗ്രേഡിലുള്ള ഇൻഗ്രീഡിയൻസ്, അല്ലെങ്കിൽ ഗ്രേഡിൽ ഐറ്റംസ് എന്തൊക്കെയാണ്? മെയിനായിട്ട് 3 ഐറ്റംസ് ആണ്. അതിന് നമുക്കൊന്നറിയാം, സിമെൻ്റ് ആയിരിക്കും. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സാൻഡ്, ദെൻ ആസ് അഗ്രിഗേറ്റ്. ഇനി ഒരെണ്ണം കൊണ്ട് ദ മേജർ കോമ്പൗണ്ടൻറ്റ് ദാറ്റ് ഈസ് വാട്ടർ കണ്ടൻറ്റ്, വാട്ടറിൻ്റെ അളവ്. എല്ലാ മിക്സ് പ്രൊപ്പോർഷൻസ് ഒരേ രീതിയിലുള്ള വാട്ടർ ആഡ് ചെയ്യാവോ? ഇല്ല. അതിന് ഓരോന്നിനും ഓരോ രീതിയിലാണ്, അതിന് ഓരോ പ്രൊപ്പോർഷൻസ് ഉണ്ട്, കാൽക്കുലേഷൻസ് ഉണ്ട്. ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ച് ഡീറ്റെയിൽഡ് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗ്രേഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിൽ 3 കമ്പോണൻസ് ആണുള്ളത്, സിമെൻറ്റ്, സാൻഡ് ആൻഡ് അഗ്രിഗേറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഒന്നെടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് M15 എന്ന് പറയുന്ന ഒരു ഗ്രേഡ് എടുക്കുക. ഇതിൽ M എന്ന് പറയുന്നത് നമ്മൾ എന്തിനെയാണ്, അതിൻ്റെ മിക്സ് പ്രൊപ്പോർഷൻ, മിക്സ് ഡിസൈനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഈ M എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോഴേ മനസ്സിലാക്കിക്കോണം, അതൊരു ഗ്രേഡാണ്, ഒരു മിക്സ് പ്രൊപ്പോർഷനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 15 എന്തായിരിക്കും, അതിൻ്റെ ഓഫ് കോഴ്സ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആയിരിക്കും. അതായത് 15 Nm/mm² ആയിരിക്കും ആഫ്റ്റർ ദ 28 ഡേയ്സ്. അതിൻ്റെ സ്ട്രെങ്ത് ആണ്. ഓക്കെ, M എന്ന് പറയുന്നത് മിക്സും ആൻഡ് 15 എന്ന് പറയുന്നത് എന്തായിരിക്കും, കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ് ഇൻ Nm/mm². ഇനി അത് റേഷ്യോ നോക്കാം. M15ൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2:4 ആണ്. ഇതിൽ എന്താണ് M, എന്താണ് 2, അല്ലെങ്കിൽ എന്താണ് 1, എന്താണ് 2, എന്താണ് 4? ഓക്കെ, ഇതിൽ നമ്മൾ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് ഫസ്റ്റായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സാൻഡാണ്. എത്ര പ്രൊപ്പോർഷൻ, എത്ര ബാഗ്സ് സാൻഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്, അതാണ് ഫസ്റ്റ് കാണുന്നത്. രണ്ടാമത് 2 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ പ്രൊപ്പോർഷൻസ് അനുസരിച്ച് ഗ്രേഡ് മാറാറുണ്ട്, ഗ്രേഡ് അനുസരിച്ച് പ്രൊപ്പോർഷൻസ് മാറും. അപ്പം ഫസ്റ്റ് സിമെൻറ്റ്, സെക്കൻഡ് എന്താണ്, സാൻഡാണ്, ഫോർത്ത് അഗ്രിഗേറ്റ്. അതായത് ഒരു ബാഗ് സിമെൻ്റ് ആണെങ്കിൽ 2 കൊട്ട സാൻഡും 4 കൊട്ട അഗ്രിഗേറ്റും വേണം. അപ്പോൾ എന്താണ് 1:2:4 പ്രൊപ്പോർഷൻ മനസ്സിലായാലും, സിമെൻറ്റ് ഈസ് ടു സാൻഡ് ഈസ് ടു അഗ്രിഗേറ്റ്. അപ്പോൾ ഫസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമെൻ്റ് ആണ്, സെക്കൻഡ് സാൻഡ് ആൻഡ് തേർഡ് എന്താണ്, അഗ്രിഗേറ്റ് ആണ്. ഇനി നമുക്ക് ടേബിളാക്കി തന്നെ നമുക്കൊന്ന് നോക്കാം. മിക്സ് റേഷ്യോ ടേബിൾ നമ്മൾ പറഞ്ഞു M5 മുതൽ M800 വരെ ഉള്ളൂ. ഞാനിവിടെ പേറ്റി മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. M5ൻ്റെ കോൺക്രീറ്റ് റേഷ്യോ, അത് മിക്സ് പ്രൊപ്പോർഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1:5:10 ആണ്. ഓഫ് കോഴ്സ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എത്രയായിരിക്കും, 5 ആയിരിക്കും, 5 Nm/mm². M7.5 അതിൻ്റെ എന്താണ് പ്രൊപ്പോർഷൻ 1:4:8 ആണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്തായിരിക്കും, എമ്മിന് ശേഷം വരുന്ന ഈ 7.5 ആയിരിക്കും, 7.5 Nm/mm² ആയിരിക്കും. ഈ 2 ഗ്രേഡ്സും സാധാരണയായിട്ട് ലീൻ കോൺക്രീറ്റ്സ് ആണ്, ലീൻ കോൺക്രീറ്റിന് വേണ്ടിയാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി M10 മുതൽ M25 വരെ ഓർഡിനറി കോൺക്രീറ്റ് ആണ്. നമുക്ക് സാധാരണയായിട്ടുള്ള എല്ലാ കൺസ്ട്രക്ഷൻസിനും നമ്മൾ സാധാരണ, അതായത് വീട്, നമ്മുടെ ചെറിയ കടകൾ, അങ്ങനത്തെയുള്ള കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷോപ്സും നമ്മുടെ റെസിഡൻസൊക്കെ അതിനു വേണ്ടി നമ്മൾ ആ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാം, നമുക്കറിയാം. ഒരു ഡിസൈൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കുറേ ഗ്രേഡ്സ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. അതാണ് ഈ M10 തൊട്ട് M25 വരെ ഉള്ളത്. അപ്പോൾ M10 എന്ന് പറയുമ്പോൾ 1:3:6 ആണ്. ഓഫ് കോഴ്സ് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 10 ആയിരിക്കും. M15, M20 നമ്മൾ എപ്പോഴും നമുക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിലായാലും നമ്മൾ ഇൻ്റർവ്യൂസിലായാലും ചോദിക്കുന്ന ഒരു ഗ്രേഡ്സാണ് M15-ഉം M20-ഉം.
M50 സാധാരണയായിട്ട് റൂഫ് സ്ലാബ്സിനൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. M20 യൂസ് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. M50ൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2:4 ആണ്. ആൻഡ് M20യുടെ 1:1.5:3 ആണ്. ഇനിയും അതിൻ്റെ നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഈ പ്രൊപ്പോർഷൻ കുറച്ച് വേരി ചെയ്യാം. അതായത് വേരി ചെയ്യാം എന്ന് പറയുമ്പോൾ ഒത്തിരി വേരി ചെയ്യാവില്ല. അതിനും ഒരു സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതെന്തെന്ന് വെച്ചാൽ 0.1% വരെ നമുക്ക് ഇതിൻ്റെ ബാച്ചിൽ ഇച്ചിരി വേരി ചെയ്യാം. അപ്പോൾ 1 ബാഗ് സിമെൻറ്റിൽ, ഇപ്പോൾ M50ൻ്റെ കേസിൽ 1 ബാഗ് സിമെൻറ്റിൽ 2 കൊട്ട 2 കൊട്ട മണ്ണും 4 കൊട്ട നമ്മുടെ പാറ അല്ലെങ്കിൽ മെറ്റൽ അത് ഉപയോഗിക്കുന്നെങ്കിൽ മെറ്റൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഇതിൽ നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ 0.1% ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അതിൻ്റെ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ, അതിൻ്റെ പ്ലേസിങ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ ചില സൈറ്റിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ തിക്കായിരിക്കും നമ്മുടെ കോൺക്രീറ്റ് മിക്സ്ചർ. അപ്പോൾ അത് പ്ലേസ് ചെയ്യാനുള്ള ഒരു പാടുണ്ടായിരിക്കും. അപ്പോൾ വർക്കബിലിറ്റി ഒന്ന് ഇതാക്കാൻ വേണ്ടി അതിൻ്റെ 0.1% വരെ നമുക്ക് ഈ പ്രൊപ്പോർഷനിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ M15 എന്ന് പറയുമ്പോൾ 1:3:5 എന്ന റേഷ്യോയിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ M20 എന്ന് പറയുമ്പോൾ 1:2:4 എന്നത്. അതാണ് നമ്മൾ പഠിക്കുന്നതല്ല. ചിലർ നമ്മൾ സൈറ്റിലേക്ക് വരുമ്പോൾ എന്നൊക്കെ പറയൂലേ, ചില ചെറിയ കൺസ്ട്രക്ഷനിൽ അവരുടെ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ. അത് പഠിക്കുന്നതല്ല, നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇനി അടുത്ത M30, M40, M50, M51 അതെല്ലാം തന്നെ ഡിസൈൻ മിക്സാണ് ഫോർ ദ ഹയർ കൺസ്ട്രക്ഷൻസിനൊക്കെ. ഇപ്പം ബ്രിഡ്ജസ്, പിന്നെ ഹൈവേസ്, അങ്ങനെ ഹയർ ആയിട്ടുള്ള നമ്മുടെ കൺസ്ട്രക്ഷൻസ് വരുമ്പോഴത്തേക്ക് അവയ്ക്ക് ഡിസൈൻ മിക്സാണ്. അത് എത്രത്തോളം ലോഡിനെ ക്യാരി ചെയ്യുന്നുണ്ട്, അത് എത്രത്തോളം ലൈഫ് അതിന് വേണ്ടി വരും, അത് എന്ത് തരത്തിലുള്ള കൺസ്ട്രക്ഷൻസാണ്, അതിനെയൊക്കെ ബേസിസിൽ നമ്മുടെ എൻജിനീയേഴ്സ് ഡിസൈൻ ചെയ്തെടുക്കുന്ന ഇതാണ് ഈ ഗ്രേഡ്സ് ആണ് അവയൊക്കെ. ഓക്കെ, താഴെ ഫൂട്ടിങ്സിന് വേണ്ടി കോളം ഫൂട്ടിങ്സിനൊക്കെ M20 ആണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനിയും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ റിമെമ്പർ ആക്കി വെക്കാം, ഒന്ന് ഓർത്ത് വെക്കുന്ന രീതിയിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. അതായത് ആസ് പെർ IS 456/2000 അനുസരിച്ച് the grade less than M20 should not be used in RCC works. RCC വർക്ക്സിൽ ഗ്രേഡ് M20ക്ക് താഴെയുള്ള ഗ്രേഡ്സ് ഒന്നുമേ യൂസ് ചെയ്യില്ല. അതിന് മുകളിലുള്ള ഗ്രേഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് RCC വർക്ക്. ദാറ്റ്സ് ദാറ്റ്. ആൻഡ് മിനിമം ഗ്രേഡ് ഓഫ് PCC എന്ന് പറയുന്നത് M50 ആയിരിക്കും. ഓക്കെ, അതിൻ്റെ കോൺക്രീറ്റ് മിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ 1:n:2n ആണ്. അതായത് 1 ബാഗ് സിമെൻ്റ് ആണെങ്കിൽ N നമ്പർ ഒരു ഷോർട്ട് ഫോമാണ്, ഒരു ഫോർമുല പോലെ. 1:n:2n. അതായത് എടുക്കുന്ന മണലിൻ്റെ ഇരട്ടിയായിരിക്കും നമ്മൾ എടുക്കുന്ന മെറ്റൽ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഇതിലെ കണ്ടൻറ്റൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നാലേ അടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്ന് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലേക്ക് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.